കൂലി. ഡയറക്ടർ ലോകേഷ്, പ്രൊഡ്യൂസർ കലാനിധി മാരൻ, മ്യൂസിക് അനിരുദ്ധ്, തിരക്കഥയും സംഭാഷണവും ഒക്കെ ലോകേഷ് തന്നെയാണ്. അഭിനയിച്ചിരിക്കുന്നത് രജനീകാന്ത്, നാഗാർജുന, ശ്രുതി ഹാസൻ, അമീർ ഖാൻ, ഉപേന്ദ്ര, സൗബിൻ. കൂലി ഭയങ്കര അടിപൊളി പടം എന്നൊന്നും ഞാൻ പറയത്തില്ല, പറയാൻ പറ്റത്തില്ല. എനിക്ക് ഈ പടത്തിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യ കാര്യം എൻ്റെ സൗബിൻ്റെ കാസ്റ്റിംഗ് ആണ്. ആള് ഈ പടത്തിൽ ഒരു വലിയ വില്ലനായിട്ടാണ് ചെയ്യണേ. പക്ഷെ പുള്ളി ഇതിന് ആപ്റ്റല്ല. പുള്ളിനെ നമുക്ക് വില്ലനായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ കണ്ട സിനിമയിൽ അതേ ആൾ തന്നെ കാണാൻ പറ്റുള്ളൂ. അതേ ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇടുപ്പൊക്കെ വേണം, അതില്ല. അതിന് എനിക്ക് തോന്നുന്നത് കലാഭവൻ ആണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. മാത്രമല്ല പുള്ളിക്ക് തമിഴ് വഴങ്ങുന്നില്ല വെച്ചാൽ വരുന്നില്ല. തമിഴിൽ എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല. അവസാനം പുള്ളി മലയാളം പറയാൻ തുടങ്ങി. മലയാളത്തിലാണ് പുള്ളി കുറേയൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു വില്ലെന്ന് പറയുമ്പോൾ ആ തമിഴ് സിനിമയാകുമ്പോൾ പുള്ളി ഇതിൽ തമിഴ്നാട്ടിലുള്ള ആൾ തന്നെയാണ്. പക്ഷെ പുള്ളി സംസാരിച്ച് വന്നിട്ട് പുള്ളി കൊച്ചി മട്ടാഞ്ചേരി ആ ഒരു ഭാഷയിലേക്ക് വന്ന് മലയാളം. ഇവിടെ ആ ഒരു ക്യാരക്ടർ കിട്ടിയില്ല. അത് എനിക്ക് ഭയങ്കര പിന്നെ പുള്ളിയുടെ ഡാൻസ് അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ രജനീകാന്തിൻ്റെ ഡാൻസും ഭയങ്കര അടിപൊളിയാണ്. കാരണം പുള്ളിയുടെ പ്രായത്തെ മറികടന്ന് പുള്ളി ഇപ്പോഴും നന്നായി ഡാൻസ് പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ നാഗാർജുനയൊക്കെ ഇതിനകത്തുണ്ട്, ആദ്യമേ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, കഥ അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമീർ ഖാനൊക്കെ ഇതിൽ എന്തിനാ കൊണ്ടുവന്നു ഒരു പിടുത്തവും ഇല്ല. പുള്ളി ലാസ്റ്റ് വന്നിട്ട് കുറച്ച് നേരത്തിന് ചുമ്മാ അവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി മാത്രം വന്നു പുള്ളി. പടം എന്ന് വെച്ചാൽ കത്തിയോട് കത്തിയാണ്, സ്ഥിരം ഉള്ളത് തന്നെ, ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ വിചാരിച്ച് ഈ ഹൈപ്പൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോൾ കുറച്ച് ഇന്ത്യയിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. സ്ഥിരം തന്നെ. പിന്നെ ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളെല്ലാവരും പടം കാണണം. ഞാൻ പറഞ്ഞു വിചാരിച്ചു ഒരിക്കലും കാണാതിരിക്കില്ല. എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവരുണ്ട് പോയി കാണുക, കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. എനിക്കിങ്ങനെയൊക്കെയാണ് ഈ പടത്തെ പറ്റുന്നില്ല. എനിക്കിത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ലത്. അപ്പോൾ ശരി, താങ്ക് യു.